എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആർക്കിയ എന്ന് പറയുന്ന പാഠഭാഗത്ത് ഉള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്കാണ്, വൺ വേർഡ് ആൻസറുകളിലേക്ക് അല്ലെങ്കിൽ ഷോർട്ട് ആൻസറുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈസ് ആർക്കിയ പ്രൊക്രിയേറ്റസ്, അതായത് നമ്മളോട് ചോദിക്കുന്ന ആർക്കിയ എന്ന് പറയുന്നത് ഒരു പ്രൊക്രിയേറ്റ് ആയിട്ടുള്ള ഒരു ക്രീച്ചർ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? ആർക്കിയാസ് ആർ പ്രൊക്രിയേറ്റേഴ്സ്, അതായത് ആർക്കിയ പ്രൊക്രിയേറ്റേഴ്സ് ആണ്. ഓക്കെ, ഇനി 68ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ സെൽ വാൾ ഓഫ് ആർക്കിയ? എന്താകുന്നു ആർക്കിയയുടെ സെൽവാളിൻ്റെ പ്രത്യേകത? ആർക്കിയ സെൽവാൾ ലാക്സ് പെപ്റ്റിഡോഗ്ലിക്കൻ, അതായത് ആർക്കിയയുടെ സെൽവാളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആർക്കിയയുടെ ആ സെൽവാളിൽ എന്താണ് ഇല്ലാത്തത്? പെപ്റ്റിഡോഗ്ലിക്കൽ ഇല്ല എന്നുള്ളതാണ് ആർക്കിയയുടെ ഒരു പ്രത്യേകത. ഓക്കെ, ഇനി 70ാമത്തെ ചോദ്യം, ഗീവ് ആൻ എക്സാമ്പിൾ ഫോർ ആർക്കിയ. ഒരു ആർക്കിയയ്ക്ക് ഒരു എക്സാമ്പിൾ പറയുവാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണമായിട്ട് ആർക്കിയയുടെ എക്സാമ്പിൾസ് ഫോർ ആർക്കിയ ആർ തെർമോകോക്കസ്, ഹലോ ബാക്ടീരിയം എന്ന് പറയുന്ന രണ്ടെണ്ണവും നമുക്ക് ഉദാഹരണമായിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വാട്ട് ആർ അനിമാലിയ, അതായത് അനിമാലിയ എന്ന് വെച്ചാൽ എന്താണ്? അനിമൽസ് ആർ അല്ലെങ്കിൽ അനിമൽസ് എന്ന് പറയാം. അനിമാലിയാസ് ഓർ അനിമൽസ് ആർ മൾട്ടി സെല്ലുലർ യൂക്രിയോട്ടിക് ഓർഗാനിസംസ് ഇൻ ദ ബയോളജിക്കൽ കിങ്ഡം. അനിമാലിയ, അതായത് ഈ അനിമാലിയ എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലർ യൂക്രിയോട്ടിക് ഓർഗാനിസത്തോട് കൂടിയ ജീവജാലങ്ങളാണ് ബയോളജിക്കൽ കിങ്ഡത്തിൽ. ഓക്കെ, വാട്ട് ഈസ് യുക്രിയോട്ടസ്? അപ്പോൾ യുക്രിയോട്ടസ് ആർ ഓർഗാനിസം ഹൂ സെൽ കണ്ടെയ്ൻ ന്യൂക്ലിയസ് ആൻഡ് അതർ മെംബ്രൈൻ ബൗണ്ട് ഓർഗനൽസ്. അതായത് യുക്രിയോട്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിൻ്റെ ചില സെല്ലുകളാണ്. ആ സെല്ലിന് ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവയ്ക്ക് ഒരു ന്യൂക്ലിയസ് ഉണ്ടാകും, അതുപോലെ തന്നെ മെംബ്രൈൻ ബൗണ്ട് ഓർഗനൽസ്, അതായത് അതിനൊരു ആവരണത്തോടു കൂടി അതിൻ്റെ ഓർഗൻസ് എല്ലാം ഉണ്ടായിരിക്കുന്ന തരത്തിലുള്ള സെല്ലുകളെയാണ് എന്ത് പറയുന്നത്? യുക്രിയോട്ടസ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ക്യാരക്ടേഴ്സ് ഓഫ് അനിമൽസ്? അനിമൽസിൻ്റെ ക്യാരക്ടേഴ്സ് എന്തെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഫ്യൂ എക്സെപ്ഷൻസ്, അനിമൽസ് കൺസ്യൂം ഓർഗാനിക് മെറ്റീരിയൽസ്, ബ്രീത്ത് ഓക്സിജൻ, ഹാവ് മയോസൈറ്റിസ് ആൻഡ് ആർ ഏബിൾ ടു മൂവ്, ക്യാൻ റീപ്രൊഡ്യൂസ് സെക്ച്വലി. അതായത് അവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിത്ത് ഫ്യൂ എക്സെപ്ഷൻ അനിമൽസ് കൺസ്യൂം ഓർഗാനിക് മെറ്റീരിയൽസ്, അതായത് ഈ അനിമൽസ് എന്ത് ചെയ്യുന്നു? ഓർഗാനിക്കൽ, അതായത് മറ്റു ജീവജാലങ്ങളുടെ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ജീവജാലങ്ങളെ അവ ഭക്ഷിക്കുന്നു. ഓക്കെ, ബ്രീത്ത് ഓക്സിജൻ, അവ അതുപോലെ തന്നെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു. അതുപോലെ തന്നെ ഹാവ് മയോസൈറ്റസ്, അതായത് മയോസൈറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മസിൽ സെല്ലുകളുണ്ട്. അതുപോലെ തന്നെ ആർ ഏബിൾ ടു മൂവ്, അവയ്ക്ക് ചലിക്കുവാനായിട്ട് സാധിക്കും. ആൻഡ് ക്യാൻ റീപ്രൊഡ്യൂസ് സെക്ച്വലി, അതുപോലെ തന്നെ അവയ്ക്ക് സെക്ച്വലി പ്രത്യുൽപാദനം നടത്തുവാനായിട്ട് സാധിക്കും. വാട്ട് ഈസ് മയോസൈറ്റിസ്? മസിൽ സെൽസ് ഓർ മയോസൈറ്റിസ് ഈസ് ഓൾസോ known as myocytes are specialized cell designing for contraction and force production. അതായത് മയോസൈറ്റിസ് എന്ന് പറയുന്ന ഒരു സെല്ലുകളാണ്. ആ സെല്ലുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവ നമുക്ക് കോൺട്രാക്ഷനെ സഹായിക്കുന്നു, അതുപോലെ തന്നെ ഫോഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി 75ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഫോർ അനിമാലിയ? അനിമാലിയയ്ക്ക് എക്സാമ്പിൾ പറയുവാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സാമ്പിൾ ഫോർ അനിമാലിയ ആർ ഹ്യൂമൻസ് ആൻഡ് ലിസാർഡ്, സ്പൈഡേഴ്സ്, ഫ്രോഗ്സ്, പീജിയൻ, ക്യാറ്റ്സ്, ഡോഗ് എക്സെട്ര. അതായത് അനിമാലിയയ്ക്ക്, അതായത് മൃഗങ്ങൾക്ക് ഉദാഹരണം ഹ്യൂമൻസ് മനുഷ്യൻ, ആൻഡ് ഉറുമ്പുകൾ, ലിസാർഡ്സ് പല്ലികൾ, സ്പൈഡേഴ്സ് ചിലന്തികൾ, ഫ്രോഗ്സ് തവളകൾ, പീജിയൻസ് എന്താണ് പറയുന്നത്? പറവകൾ അല്ലെങ്കിൽ പ്രാവുകൾ. ഓക്കെ, ക്യാറ്റ്സ് പൂച്ച, പട്ടി തുടങ്ങിയവയെല്ലാം എന്തിന് ഉദാഹരണമാണ്? അനിമാലിയയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ചാണ്. ഈസ് പ്രൊട്ടിസ്റ്റ യുക്രിയോട്ടിക്, അതായത് പ്രൊട്ടിസ്റ്റ യുക്രിയോട്ടിക് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉത്തരമായിട്ട് നമ്മൾ എഴുതുക യെസ് പ്രൊട്ടിസ്റ്റ ഈസ് യുക്രിയോട്ടിക് എന്ന് നമ്മൾ എഴുതുക. ഓക്കെ, അടുത്തതായിട്ട് ഈസ് പ്രൊട്ടിസ്റ്റ എ യൂണിസെല്ലുലർ ഓർഗാനിസം. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന ഒരു യൂണിസെല്ലുലർ ഓർഗാനിസം, അതായത് ഏകകോശ ജീവിയാണോ എന്നുള്ളതാണ്. യൂണിസെല്ലുലർ എന്ന് വെച്ചാൽ ഏകകോശമാണ്, ഏകകോശ ജീവി ആണോ എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഉത്തരമായിട്ട് നമുക്ക് എഴുതാം പ്രൊട്ടിസ്റ്റ ഈസ് എ യൂണിസെല്ലുലർ ഓർഗാനിസം, അതായത് പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന ഒരു യൂണിസെല്ലുലർ ഓർഗാനിസമാണ്. വേർ ഡു വി ഫൈൻഡ് പ്രൊട്ടിസ്റ്റ ഓർഗാനിസം ലീവ്? എവിടെയാണ് പ്രൊട്ടിസ്റ്റ ഓർഗാനിസം ജീവിക്കുന്നതായിട്ട് അല്ലെങ്കിൽ പ്രൊട്ടിസ്റ്റ ജീവജാലങ്ങൾ ജീവിക്കുന്നത് എവിടെയാണ് നമ്മൾ കാണുന്നത്? ഓക്കെ, യുക്രിയോട്ടിക് ഓർഗാനിസംസ് ആർ ജനറലി അക്വാട്ടിക് ആൻഡ് എന്താണ് പറയുന്നത്? അക്വാട്ടിക് ആൻഡ് മൈക്രോസ്കോപ്പിക്. ഈ പ്രൊട്ടിസ്റ്റാസ് ആർ എന്താണ്? അല്ലെങ്കിൽ പ്രൊട്ടിസ്റ്റാസ് അല്ലെങ്കിൽ ഈ പറയുന്ന യുക്രിയോട്ടിക് ഓർഗാനിസംസ് എന്താണ്? അത് അക്വാട്ടിക് ആണ്. ഓക്കെ, അതായത് അക്വാട്ടിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് ജലത്തിൽ ജീവിക്കുന്ന ജീവജാലം ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് തോന്നുന്നു. ജലത്തിൽ ജീവിക്കുന്ന ജീവജാലമായതുകൊണ്ട് പ്രൊട്ടിസ്റ്റ എന്താണ്? അക്വാട്ടിക് എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് അത്രയും മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നമ്മൾ അടുത്തതായിട്ട് 79ാമത്തെ ചോദ്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്താണ് 79ാമത്തെ ചോദ്യം എന്ന് നോക്കുക. ഡു യുക്രിയോട്ടിക് ഓർഗാനിസംസ് ഹാവ് ന്യൂക്ലിയസ്? അതായത് ഈ യുക്രിയോട്ടിക് ഓർഗാനിസംസിന് ന്യൂക്ലിയസ് ഉണ്ടോ ഇല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യുക്രിയോട്ടിക് ഓർഗാനിസംസ് ഹാവ് ന്യൂക്ലിയസ്, അതായത് യുക്രിയോട്ടിക് ഓർഗാനിസത്തിന് ന്യൂക്ലിയസ് ഉണ്ട്. പ്രൊട്ടസ്റ്റാസ് ആർ നോട്ട് കൺസിഡേർഡ് പ്ലാന്റ്സ്, അനിമൽസ് ഓർ ഫംഗൈ. അതായത് ഈ പ്രൊട്ടസ്റ്റയെ എന്താണ്? പ്ലാന്റ് ആയിട്ട്, അതായത് വൃക്ഷങ്ങളായിട്ടോ അനിമൽസ് അതായത് ജീവിജാലങ്ങളായിട്ടോ ഫ്ലഞ്ച ആയിട്ടോ അല്ലെങ്കിൽ ഫംഗസ് ആയിട്ടോ കണക്കാക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡു പ്രൊട്ടസ്റ്റാസ് ഹാവ് ന്യൂക്ലിയർ മെംബ്രൈൻ? അതായത് പ്രൊട്ടസ്റ്റയ്ക്ക് ഒരു ന്യൂക്ലിയർ മെംബ്രൈൻ ഉണ്ടോ എന്നുള്ളതാണ്
എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊട്ടസ്റ്റാസ് ഹാവ് ന്യൂക്ലിയർ മെംബ്രൈൻ അറൗണ്ട് ദെയർ DNA. അതായത് പ്രൊട്ടസ്റ്റയ്ക്ക് ന്യൂക്ലിയർ മെംബ്രൈൻ ഉണ്ട്, അത് അവരുടെ DNA ചുറ്റുമായിട്ടാണ് കാണപ്പെടുന്നത്. ഈസ് പ്രൊട്ടസ്റ്റ മൊട്ടൈൽ, അതായത് പ്രൊട്ടസ്റ്റയ്ക്ക് ചലിക്കുവാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ്. മെനി പ്രൊട്ടസ്റ്റാസ് ആർ മൊട്ടൈൽ ഓർ ഏബിൾ ടു മൂവ്, അതായത് പല പ്രൊട്ടസ്റ്റകളും എന്താണ് ഈ ചലിക്കുവാനായിട്ട് സാധിക്കുന്നവയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തായിട്ട് 82ാമത്തെ ചോദ്യം, വാട്ട് കൈൻഡ് ഓഫ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പ്രൊട്ടസ്റ്റ്സ് ഹാവ്, ഏത് തരത്തിലുള്ള റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ് പ്രൊട്ടസ്റ്റേഴ്സിന് ഉള്ളത്? പ്രൊട്ടസ്റ്റേഴ്സ് ഹാവ് കോംപ്ലക്സ് ലൈഫ് സൈക്കിൾ ദാറ്റ് മേ ഇൻക്ലൂഡ് ബോത്ത് സെക്സ്വൽ ആൻഡ് അസെക്സ്വൽ റീപ്രൊഡക്ഷൻ. അതായത് പ്രൊട്ടസ്റ്റയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രൊട്ടസ്റ്റേഴ്സ് ഹാവ് കോംപ്ലക്സ്, സങ്കീർണമായ ലൈഫ് സൈക്കിൾ, സങ്കീർണമായ ജീവിതചക്രമാണുള്ളത്. ദാറ്റ് ദേ മേ ഇൻക്ലൂഡ്, അത് ഉൾക്കൊള്ളുന്നു ബോത്ത്, രണ്ടും, ഏത് സെക്സ്വൽ ലൈംഗികമായിട്ടും ആൻഡ് അസെക്സ്വൽ അതായത് അലൈംഗികമായിട്ടുമുള്ള റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രത്യുൽപാദനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് എക്സാമ്പിൾ ഫോർ പ്രൊട്ടസ്റ്റയ്ക്ക് നമ്മളോട് ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാൻ എക്സാമ്പിൾസ് ഫോർ പ്രൊട്ടസ്റ്റ ആർ. അപ്പോൾ എക്സാമ്പിൾ പ്രൊട്ടസ്റ്റയ്ക്ക് എക്സാമ്പിൾ ഏതെല്ലാമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ പ്രൊട്ടസ്റ്റയ്ക്ക് എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം. യുഗ്ലോനിയ, അമീബിയോസ്, പാരാമീസിയം ആൻഡ് ഡയാടോമസ് തുടങ്ങിയവയെല്ലാം എന്താണ് ഈ പ്രൊട്ടസ്റ്റയ്ക്ക് ഉദാഹരണമായിട്ടുള്ളവയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് ഫംജൈ എന്ന് പറയുന്ന ഭാഗമാണ്. വാട്ടർ ഫംജൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫംഗസ് ഈസ് എനി മെമ്പർ ഓഫ് ദ ഗ്രൂപ്പ് ഓഫ് യുക്രിയാറ്റിക് ഓർഗാനിസം. അതായത് ഫംഗസ് എന്ന് പറയുന്നത് ഈ യുക്രിയാറ്റിക് ഓർഗാനിസത്തിലെ ഒരു മെമ്പറാണ്. ദാറ്റ് ഇൻക്ലൂഡ്സ് മൈക്രോ ഓർഗാനിസം സച്ച് ആസ് ഈസ്റ്റ്, മോൾസ് ആൻഡ് മഷ്റൂംസ്. അതായത് ഈ കൂണും ഈസ്റ്റും തുടങ്ങിയ സാധനങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു വർഗ്ഗമാണ്. മിക്കവാറും ഈ ഫംഗസ് എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസമാണ്. ഓക്കെ, ഇനി 85ാമത്തെ ചോദ്യം, ഡു ഫംഗൈ ഹാവ് പ്ലാസ്മ മെംബ്രൈൻ? ഈ ഫംഗൈക്ക് പ്ലാസ്മ മെംബ്രൈൻ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഫംഗൈ ഹാവ് പ്ലാസ്മ മെംബ്രൈൻ, അതായത് ഫംഗൈക്ക് പ്ലാസ്മ മെംബ്രൈൻ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 86ാമത്തെ ചോദ്യം, ഡു ഫംഗൈ ഹാവ് ന്യൂക്ലിയസ്? അതായത് ഈ ഫംഗൈക്ക് ന്യൂക്ലിയസ് ഉണ്ടോ എന്നുള്ളതാണ്. ഫംഗൈ ഹാവ് ന്യൂക്ലിയസ്, അതായത് ഫംഗൈക്ക് ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, ഇൻ ബയോളജി ദ സ്ട്രക്ചർ ഇൻ സെൽ ദാറ്റ് കണ്ടെയ്ൻസ് ദ ക്രോമോസോംസ്. അപ്പോൾ ന്യൂക്ലിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബയോളജിയിൽ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻ ബയോളജി ദ സ്ട്രക്ചർ, അതായത് സ്ട്രക്ചർ ഇൻ എ സെൽ, അതായത് ഒരു സെല്ലിലുള്ള സ്ട്രക്ചറാണ് ദാറ്റ് കണ്ടെയ്ൻസ് ദ ക്രോമോസോംസ്. അതെന്താണ്? ക്രോമോസോമിനെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി 87ാമത്തെ ചോദ്യം, ഡു ഫംജൈ ഹാവ് എൻഡോ മെംബ്രൈൻ സിസ്റ്റം? അതായത് ഫംജൈക്ക് എൻഡോ മെംബ്രൈൻ സിസ്റ്റം ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫംജൈ ഹാവ് കോംപ്ലിക്കേറ്റഡ് എൻഡോ മെംബ്രൈൻ സിസ്റ്റം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. യെസ്, ഫംജൈ ഹാവ് കോംപ്ലിക്കേറ്റഡ്, സങ്കീർണമായിട്ടുള്ള എൻഡോ മെംബ്രൈൻ സിസ്റ്റം, അതായത് ഫംജൈക്ക് എൻഡോ മെംബ്രൈൻ സിസ്റ്റം ഉണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു പുതിയ വാക്ക് നമുക്ക് കിട്ടി, എന്താണ് എൻഡോ മെംബ്രൈൻ സിസ്റ്റം. അപ്പോൾ വാട്ട് ഡസ് എൻഡോ മെംബ്രൈൻ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതായത് ദ എൻഡോ മെംബ്രൈൻ സിസ്റ്റം സെപ്പറേറ്റ് ദ സെൽ ഇൻ ടു ഡിഫറെൻറ്റ് കമ്പാർട്ട്മെൻറ്റ്സ്. അതായത് എൻഡോ മെംബ്രൈൻ സിസ്റ്റം എന്താണ് ചെയ്യുന്നത്? സെല്ലുകളെ വ്യത്യസ്തങ്ങളായ കമ്പാർട്ട്മെൻറ്റുകളായി തിരിക്കുന്നു. ഓർ ഓർഗനൽസ്, അല്ലെങ്കിൽ ഓർഗനൽസ് ആയിട്ട് തിരിക്കുന്നു, അവയവങ്ങളായിട്ട് തിരിക്കുന്നു. സച്ച് ആസ് ന്യൂക്ലിയസ്, എൻഡോപ്ലാസ്മിക് റെക്ട്യൂം, ദ ഗോഗ്ലി, അപ്പർച്യൂസ് ആൻഡ് ലൈസോസോംസ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എൻഡോ മെംബ്രൈൻ സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒരു സെല്ലിനകത്തുള്ള പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ സെൽ ഓർഗനൽസിനെ വിവിധ ഭാഗങ്ങളായിട്ട് തിരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? എൻഡോ മെംബ്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫംജൈക്ക് ഒരു എൻഡോ മെംബ്രൈൻ സിസ്റ്റം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, ഇനി അടുത്തതായിട്ട് 89ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഫംജൈ? അതായത് ഫംജൈക്കുള്ള എക്സാമ്പിളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഫംജൈക്കുള്ള എക്സാമ്പിൾ? വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഫോർ ഫംജൈ? അതായത് ഫംജൈക്കുള്ള എക്സാമ്പിളാണ്. ദ എക്സാമ്പിൾസ് ഫോർ ഫംജൈസ് ആർ മോൾസ്, മഷ്റൂംസ്, റസ്റ്റ്, മസ്റ്റ്, മിഡ്വേസ് ആൻഡ് ഈസ്റ്റ്. അപ്പോൾ നമുക്ക് മനസ്സിലായി മോൾസ്, മഷ്റൂംസ്, റസ്റ്റ്, സംസ്റ്റ്, മിഡ്വേൽ, മൈൽഡ് വേവ്സ് ആൻഡ് ഈസ്റ്റ് തുടങ്ങിയവയെല്ലാം ഈ ഫംജൈക്ക് പറയുന്ന ഉദാഹരണങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്, അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്. ഓക്കെ.